ഹലോ, നമുക്ക് ഇന്നൊരു കിടിലം മാങ്ങ അച്ചാർ തയ്യാറാക്കാം കേട്ടോ. കിടിലം എന്ന് പറയുമ്പോൾ മാങ്ങ ലവേഴ്സ് അല്ലെങ്കിൽ അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു അച്ചാർ നിങ്ങൾ എന്തായാലും വൺ ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അതുമാത്രമല്ല നമുക്കിത് കാലങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇതിൽ നമ്മളൊരു പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ അച്ചാറിന് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം വിളഞ്ഞു പോകാത്ത മാങ്ങ എടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ പുളിപ്പും വേണം. നമ്മുടെ അച്ചാറിൻ്റെ ചെറിയ പുളിപ്പ് വേണമല്ലോ, അപ്പോൾ ആ രീതിയിലുള്ള മാങ്ങ എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പൊടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടിയാണ് അച്ചാറിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് കായം കുറച്ച് നല്ലെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ നല്ലെണ്ണ മാറ്റിയതിന് ശേഷം കുറച്ച് ഉലുവ കുറച്ചെന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഉലുവയും 1.5 ടേബിൾ സ്പൂൺ കടുകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത് കേട്ടോ. ആ കടുക് പൊട്ടുന്നതാണ് അതിൻ്റെ പരുവം. അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഇത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് തരിതരിയായിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും വേണം കേട്ടോ. ഞാൻ ഗാർലിക്ക് കൂടുതലും ജിഞ്ചർ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അതിനുശേഷം അതൊന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റിയെടുക്കാം. ഈ വെള്ളം കളയരുത് കേട്ടോ, അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് അല്ലെങ്കിൽ ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് എള്ളെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എള്ളെണ്ണ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം അച്ചാറിന് എപ്പോഴും കുറച്ച് എണ്ണയും അതേപോലെ തന്നെ കുറച്ച് പുളിപ്പും എരിവും ഒക്കെ മുന്നിട്ട് നിൽക്കണം കേട്ടോ. എങ്കിലാണ് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ കുറച്ച് അധികം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ഒരുപാട് മൂത്ത് വേണ്ട ആവശ്യമില്ല. പച്ച മണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇവിടെ കുട്ടികൾക്ക് മാങ്ങ അച്ചാർ ഇഷ്ടമാണ്. അപ്പോൾ അവരിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡറില്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് നല്ലൊരു മൂത്ത് വരുന്ന ഒരു മണം വരുന്നുണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ വെള്ളമില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് വീഡിയോ അത് കട്ടായി പോയതാണ്. നിങ്ങളതും എന്തായാലും ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നന്നായിട്ട് ഇത് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് ആ ഒരു എണ്ണ ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മളിനി ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേടാവത്തില്ല കേട്ടോ. നമ്മൾ ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇത് ബോയിൽ ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് അധിക കാലം ഇരിക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗറും നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ചായിരിക്കണം വിനീഗർ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രമേ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വിനീഗറിൻ്റെ ടേസ്റ്റും പുളിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് നമ്മളിത് എടുക്കുന്നുണ്ട്. ഇപ്പം എണ്ണ വീണ്ടും തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കംപ്ലീറ്റും ചൂട് മാറിയിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാങ്ങ പെട്ടെന്ന് വെന്ത് പോകരുത് കേട്ടോ. അതായത് കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ചൂടിലാകുമ്പോഴേക്കും പ്രശ്നമില്ല. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ ബാക്കിയില്ലേ, അതുകൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പൊടിയാണ് കേട്ടോ ഇതിന് ഇത്രയും ടേസ്റ്റ് വരുന്നത്. നിങ്ങൾ വൺ ടൈമെങ്കിലും ഇതേപോലെ കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് ഈ അച്ചാർ തയ്യാറാക്കി വെക്കണം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാർ പൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി കളറൊന്നും ആവശ്യമില്ല എങ്കിൽ, എരിവാണ് ആവശ്യമെങ്കിൽ നോർമൽ ചില്ലി പൗഡർ തന്നെ ചേർത്താൽ മതി. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കിടിലം മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി
വണ്ടർഫുൾ ടേസ്റ്റാണ്. നമുക്കിത് കുറച്ച് നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് നമ്മൾ ഡെയിലി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ളൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ വേറൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വിനീഗർ ഞാൻ ആദ്യം ഒഴിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അച്ചാർ മാറ്റാം. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഈ അച്ചാർ രണ്ട് ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.